സിനിമയെ എല്ലാവരും കാണണമെന്ന് ഒരേ സ്വരത്തിൽ ആവർത്തിക്കുന്ന സീരീസ്. കൗമാരത്തിന്റെ മാനസിക സമ്മർദ്ദങ്ങൾ, വികാര വിചാരങ്ങൾ എന്നിവയൊക്കെ സൈബർ ലോകത്ത് ചർച്ചയാക്കിയ ഒരു സീരീസ്. സ്റ്റീഫൻ ഗ്രഹാമും ജാക്ക് തോണും തിരക്കഥ രചിച്ച് ഫിലിപ്പ് ബാരന്റീൻ സംവിധാനം ചെയ്യുന്ന നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് നടത്തുന്ന അഡോളസൻസ് എന്ന സീരീസിനെ കുറിച്ചാണ് പറയുന്നത്. അഡോളസൻസ് സീരീസ് മികച്ച പ്രതികരണമാണ് ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്നത്. മാർച്ച് 13 അഡോളസൻസ് സ്ട്രീമിംഗ് തുടങ്ങിയത്. വിദേശ ഭാഷാ വെബ് സീരീസുകൾക്ക് ഇന്ത്യയിൽ വലിയ സ്വീകാര്യതയാണുള്ളത്. ബ്രേക്കിംഗ് ബാഡ്, ഗെയിം ഓഫ് ത്രോൺസ് തുടങ്ങിയ നിരവധി സീരീസുകൾക്ക് ഇന്ത്യയിൽ ആരാധകരെ സൃഷ്ടിച്ചിട്ടുണ്ട്. എന്താണ് നമ്മുടെ കൗമാരക്കാരെ ബാധിക്കുന്നത്? സമപ്രായക്കാരിൽ നിന്ന് നേരിടേണ്ടി വരുന്ന സമ്മർദ്ദങ്ങൾ, സമൂഹ മാധ്യമങ്ങളുടെ മോശ സ്വാധീനം, പെൺകുട്ടികളോട് തോന്നുന്ന അമിതമായ താല്പര്യം, നൈരാശ്യം, അവഗണന, പക, സൈബർ ബുള്ളിംഗ്, ടോക്സിക് മെസ്കുലാരിറ്റി, സ്ത്രീവിരുദ്ധത, ലിംഗവിവേചനം, അങ്ങനെ നീളുന്നു ഒരുപാട് വിഷയങ്ങൾ. ഈ വിഷയങ്ങൾ എല്ലാം അഡോളസൻസ് കടന്നു പോകുന്നുണ്ട്. 80കളിൽ യഥാർത്ഥ കൗമാര ജീവിതത്തിന്റെ സങ്കീർണതകൾ വളരെ അപൂർവമായി മാത്രമേ പകർത്തിയിട്ടുള്ളൂ. 90കളിൽ വൈകാരിക ആഴവും സങ്കീർണമായ കഥാപാത്രങ്ങളും വന്നു. വ്യക്തിത്വം, വിഷാദം, കുടുംബ പ്രശ്നങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യുന്ന യഥാർത്ഥ വൈകാരിക അനുഭവങ്ങൾ കഥാപാത്രങ്ങൾക്ക് ഉണ്ടാകാൻ സാധിച്ചു. 20കളിൽ ആസക്തി, സുഖം, സങ്കീർണത എന്നിവ ഗ്ലാമറൈസ് ചെയ്യാൻ തുടങ്ങി. 2010 ആയപ്പോഴേക്കും ഇന്റർനെറ്റ് കൗമാരക്കാരെ സ്വാധീനിക്കാൻ തുടങ്ങി. ആത്മഹത്യ, മയക്കുമരുന്ന് എന്നീ വിഷയങ്ങൾ ചർച്ചയായി. സെക്സ് എഡ്യൂക്കേഷൻ പോലുള്ള സീരീസുകൾ സ്റ്റീരിയോടൈപ്പുകൾ തകർക്കുകയും നർമ്മത്തിലൂടെ ഗൗരവമായ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ചെറുപ്പക്കാരെ കുറിച്ച് കേട്ടപ്പോഴാണ് തനിക്ക് ആശയം ലഭിച്ചതെന്നാണ് സീരീസിന്റെ സൃഷ്ടാക്കൾ ഒരാളായ സ്റ്റീഫൻ ഗ്രഹാം പറയുന്നത്. സീരീസിൽ ജാമിയ മില്ലറുടെ പിതാവായി അഭിനയിച്ചതും സ്റ്റീഫൻ ഗ്രഹാമാണ്. അദ്ദേഹത്തിന്റെ അഭിനയത്തെക്കുറിച്ച് മികച്ച പ്രതികരണമാണ് പുറത്തുവരുന്നത്. തന്റെ സഹപാഠിയായ കേറ്റ് എന്ന പെൺകുട്ടിയെ കുത്തിക്കൊലപ്പെടുത്തിയെന്ന് ആരോപിച്ച് 13-കാരനായ ജെയിം മില്ലറെ അവന്റെ ബെഡ്റൂമിൽ നിന്ന് മാതാപിതാക്കളുടെ മുൻപിലൂടെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടു പോകുന്നതിലൂടെയാണ് കഥ ആരംഭിക്കുന്നത്. താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ആവർത്തിച്ച് പറയുന്ന ജെയിമിയെ പിന്തുടർന്ന് അവന്റെ കുടുംബം പോലീസ് സ്റ്റേഷനിൽ എത്തുന്നു. പ്രായപൂർത്തിയാകാത്തതിനാൽ അച്ഛന്റെയും വക്കീലിന്റെയും സാന്നിധ്യത്തിലാണ് അന്വേഷണം ആരംഭിക്കുന്നത്. തന്റെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റം ആവർത്തിച്ച് നിഷേധിച്ചുകൊണ്ടിരുന്ന ജെയിമിയെ പോലീസ് ഉദ്യോഗസ്ഥർ ഒരു CCTV ദൃശ്യം കാണിക്കുന്നു. കേറ്റിനെ ജെയിമി കുത്തിക്കൊലപ്പെടുത്തുന്നതായിരുന്നു ആ CCTV ദൃശ്യങ്ങൾ. അതുവരെ തന്റെ മകൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന പിതാവ് എഡി മില്ലർ ഈ കാഴ്ച കണ്ട് സ്തബ്ധനാകുന്നു. എന്നിട്ടും ജെയിമി തന്റെ കുറ്റം ഏറ്റുപറയാൻ തയ്യാറാകുന്നില്ല. ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയെ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവം കേൾക്കുകയുണ്ടായി. അതെന്നെ ഏറെ ഞെട്ടിച്ചു. ആ ആൺകുട്ടി ആ പെൺകുട്ടിയെ കുത്തിക്കൊല്ലാൻ തോന്നാൽ മാത്രം എന്താകും സംഭവിച്ചിട്ടുണ്ടാകുക? ഞാൻ ചിന്തിച്ചു, ഇവിടെ എന്താകും പ്രകോപനപരമായ സംഭവം എന്ന് ഞാൻ ഓർത്തു. പക്ഷെ പിന്നെയും അതിനോട് സമാനമായ സംഭവങ്ങൾ നടന്നു, വീണ്ടും വീണ്ടും സംഭവിച്ചു. ഇന്ന് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? നമ്മൾ എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത് എന്നൊക്കെ സ്റ്റീഫൻ ഗ്രഹാം ചോദിക്കാൻ തുടങ്ങി. ഫിലിപ്പ് ബാരന്റീനെ സംവിധാനം ചെയ്ത് അഡോളസൻസ് വെറും 4 എപ്പിസോഡുകളായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ആകെ 4 മണിക്കൂർ ദൈർഘ്യമുള്ള ഈ സീരീസിൽ ഒറ്റ ഷോട്ടിലാണ് എല്ലാ സീരീസും എടുത്തിരിക്കുന്നത്. നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്ത ആദ്യ ആഴ്ചയിൽ തന്നെ UK-ലും US-ലും ഏറ്റവും കൂടുതൽ സ്ട്രീം ചെയ്യപ്പെട്ട സീരീസ് അഡോളസൻസ് മാറിക്കഴിഞ്ഞു. കൗമാരക്കാരുടെ ഓൺലൈൻ അഡിക്ഷനും ഹിംസ സ്വഭാവവും ചൂണ്ടിക്കാട്ടുന്ന സീരീസാണ് അഡോളസൻസ്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സ്കൂളുകളിലും പാർലമെന്റിലും ഈ സീരീസ് പ്രദർശിപ്പിക്കണമെന്ന ആഹ്വാനത്തിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്.